മന്ത്രി ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടു. തത്സമയം കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് 36. ആ 36-ൽ 8 ഇപ്പോഴും തുറക്കാൻ ബാക്കിയാണ്. അതാണ് വിറ്റ് വിവരം. ബാർ ഹോട്ടലുകളിൽ 5 സ്റ്റാർ 30-ൽ 23 തുറന്നിട്ടുള്ളൂ. FL1 ഈ ബീറും വൈനും വിൽക്കുന്നത് ഏകദേശം 400ഓളം ഷോപ്പുകൾ അടഞ്ഞിട്ടുണ്ട്. അതിലെത്രയപ്പോൾ ഇതിൻ്റെ ഭാഗമായി തുറന്നെന്നുള്ളത് എനിക്ക് കൃത്യമായി പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ. ഇതാണ് യഥാർത്ഥ വസ്തുത ഇതായിരിക്കെ കേരളത്തിൽ പുതിയ ഷാപ്പുകൾ തുറക്കുന്നു എന്ന നിലയിലുള്ള പ്രചാരവേല നടക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം UDF ഗവൺമെൻറ് കാലത്ത് അനുവദിച്ചു കൊടുത്ത ഷാപ്പുകളിൽ ഒരെണ്ണം പോലും വർദ്ധിച്ചിട്ടില്ല. എന്നാൽ ഗവൺമെൻറ് അന്നത്തെ ഷാപ്പുകൾ പിന്നെ പൂട്ടിയിട്ടില്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്. ഇതാണ് വസ്തുത. ഇനി വിദേശമദ്യം അനുവദിക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് ഗവൺമെൻറ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് ഈ മാസം തന്നെ തീരുമാനിക്കുകയും ചെയ്യും, പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ദേശീയപാതയോരത്ത് നിയമം അനുസരിച്ചുള്ള സമീപനമാണ് ഇപ്പം ഈ പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ബീവറേജിൻ്റെ 85 ഔട്ട്ലെറ്റുകളിന് തുറക്കാനുള്ളത് ഈ ദേശീയപാതയുടെ പ്രശ്നത്തിൽ പൂട്ടിയതാണ്. ദേശീയപാതയുടെ പ്രശ്നത്തിൽ പൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് ചില തർക്കങ്ങളൊക്കെ വരും. അത് കഴിയുന്നത്ര സമാധാനപരമായി പരിഹരിച്ച് ഒരു വലിയ സംഘർഷമൊന്നുമില്ലാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ വകുപ്പ് അല്ല അല്ല, ഞങ്ങൾ അവരായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്നുള്ളത് എന്തായിരുന്നാലും പുറത്തു വരുമല്ലോ. പൊതുമരാമത്ത് വകുപ്പും എക്സൈസും തമ്മിലുള്ള ഒരു തർക്കവും ഈ പ്രശ്നത്തിലില്ല. ദേശീയ പാതയെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി പറയേണ്ടത് പൊതുമരാമത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ സാഹചര്യത്തിൽ വന്നിട്ടുള്ള കോടതി ഇടപെടലിനെ തുടർന്നാണ് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത്. അത് എന്താണെന്നുള്ളത് ഇനിയും പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പരിശോധിച്ച് നിയമവിരുദ്ധമായ ഒരു നടപടിയും ഈ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ ആ കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കും. എന്നാൽ ഈ ദേശീയപാത നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പഴയ രേഖകൾ പുറത്തു വന്നു. അതിൻ്റെ മേലെ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ നൽകി. അതിനനുസരിച്ചൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചത് ഏത് ശരി ഏത് തെറ്റെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, ഏതെങ്കിലും ഷോപ്പ് നിയമവിരുദ്ധമായിട്ട് ആണ് എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. അതിൻ്റെ അർത്ഥം പൊതുമരാമത്ത് പറഞ്ഞ ഈ പ്രശ്നത്തിലല്ല. നിങ്ങൾ വെറുതെ ഒരു വാചകം എടുത്തിട്ട് അതിനെ വെറുതെ വ്യാഖ്യാനിക്കരുത്. അത് ഇതിനകത്ത് പറയണ്ട, തെറ്റായി വ്യാഖ്യാനിക്കരുത്. PWD പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളും തമ്മിൽ ഒരഭിപ്രായ ഭിന്നതയില്ല. കോടതി ഡയറക്ഷന് വിധേയമായിട്ടാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അത് പരിശോധിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കും. ചില സ്ഥലങ്ങളിൽ ദേശീയപാതയല്ലെന്ന് സാങ്കേതികമായി പറഞ്ഞുകൊണ്ട് തുറന്നിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഇതിനൊക്കെ രേഖയുണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇതിന് എല്ലാറ്റിനും രേഖയുണ്ട്. ആ രേഖ പരിശോധിച്ചിട്ടാണല്ലോ കോടതി ഒരു നിലപാടെടുക്കുന്നത്. കോടതി എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതെല്ലാം നിയമപരമായി പരിശോധിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് പരിശോധിച്ച് നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കും.